പശ്ചിമേഷ്യൻ സംഘർഷം മറ്റൊരു തലത്തിലേക്ക് കടക്കുന്നു. ഇറാൻ ഹോർമൂസിലൂടെ കടന്നുപോയ കപ്പലുകൾക്ക് നേരെ ഡ്രോൺ ആക്രമണം നടത്തിയത്. അതിന് പിന്നാലെ ഇപ്പോൾ പ്രതികാര നടപടിയുമായി അമേരിക്കൻ സൈന്യം ശക്തമായ വ്യോമാക്രമണം നടത്തിയിരുന്നു. അതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടിരിക്കുകയാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന ഒരു ചരക്കു കപ്പലിന് നേരെ ഇറാൻ ആക്രമണം നടത്തിയതെന്ന് ആരോപിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇറാന്റെ മിസൈൽ ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങളിലും തീരദേശ റഡാർ കേന്ദ്രങ്ങളിലും അമേരിക്ക ശക്തമായ വ്യോമാക്രമണമാണ് നടത്തിയത്. ജൂൺ 25-ന് MV എവർ ലവ്ലി എന്ന വാണിജ്യ കപ്പലിന് നേരെ ഇറാൻ നടത്തിയ വ്യോമാക്രമണത്തിനുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇതെന്നതായിരുന്നു US സെൻട്രൽ കമാൻഡ് വ്യക്തമാക്കിയത്. ഈ പ്രത്യാക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടാണ് ഇറാനിലെ മിസൈൽ കേന്ദ്രങ്ങളും റഡാർ സംവിധാനങ്ങളും തകർത്ത് തരിപ്പണമാക്കിയതായി തന്നെ അമേരിക്ക അറിയിച്ചിരിക്കുന്നത്. സിംഗപ്പൂർ പതാകയുള്ള ഒരു ചരക്കു കപ്പൽ ഒമാൻ തീരത്തിനടുത്ത് തന്നെ ഹോർമൂസ് കടലിടുക്ക് കടന്നു പോകുന്നതിനിടയിലായിരുന്നു ഡ്രോൺ ആക്രമണം നടന്നത്. വെടിനിർത്തൽ കരാറിന്റെ വ്യക്തമായ ലംഘനമാണ് ഈ ആക്രമണം എന്നതാണ് അമേരിക്ക ആരോപിക്കുന്നത്. അന്താരാഷ്ട്ര വ്യാപാര കപ്പലുകളുടെ സുരക്ഷിത സഞ്ചാരത്തിന് ഭീഷണിയാകുന്ന നടപടിയാണിതെന്നും US വ്യക്തമാക്കി. സംഭവത്തിൽ പ്രതികരിച്ചുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇത്തരം ആക്രമണങ്ങൾ വെടിനിർത്തൽ കരാറിന്റെ ആത്മാവിന് വിരുദ്ധമാണ് എന്നതാണ് വിമർശിച്ചത്. ഭാവിയിൽ ഇത്തരം ആക്രമണങ്ങൾ ആവർത്തിക്കുകയാണ് എങ്കിൽ അതിന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നതും അദ്ദേഹം ഇവിടെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അമേരിക്കയിൽ വൈസ് പ്രസിഡന്റ് കൂടിയായ JD വാൻസും ശക്തമായ പ്രതികരണമാണ് ഇവിടെ നടത്തിയിരിക്കുന്നത്. ഇറാൻ വീണ്ടും ആക്രമണം നടത്തിയാൽ അതേ രീതിയിൽ തന്നെ തിരിച്ചടിക്കുമെന്നും അമേരിക്ക വെടിനിർത്തൽ കരാറിനെ അവിടെ വലിയ രീതിയിൽ മാനിക്കുന്നുണ്ടെങ്കിൽ പോലും ആക്രമണങ്ങൾ ഒരിക്കൽ പോലും വെച്ചുപൊറുപ്പിക്കില്ല എന്നതാണ് അദ്ദേഹം X പ്ലാറ്റ്ഫോമിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിക്കുന്ന കപ്പലുകൾക്ക് US സൈന്യം സുരക്ഷ നൽകുന്നത് തുടരുമെന്നും അമേരിക്ക അറിയിച്ചു. ലോകത്തെ എണ്ണയുടെയും ദ്രാവക പ്രകൃതിവാതകത്തിന്റെയും വലിയൊരു വിഹിതം കടന്നു പോകുന്ന നിർണായക സമുദ്ര പാതയായതിനാൽ തന്നെ ഹോർമൂസിലെ സുരക്ഷ ആഗോള സമ്പദ് വ്യവസ്ഥയെ നേരിട്ട് ബാധിക്കുന്ന വിഷയമാണ് എന്നതാണ് അമേരിക്ക ചൂണ്ടിക്കാണിക്കുന്നത്. ഇതിനിടെ തന്നെ ഇറാനെതിരായ പ്രത്യാക്രമണത്തിന്റെ 37 സെക്കൻഡ് ദൈർഘ്യമുള്ള വീഡിയോ ആണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ടിരിക്കുന്നത്. ആക്രമണം നടന്ന കൃത്യമായ സ്ഥലം വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിൽ പോലും തെക്കൻ ഇറാനിലെ സിറിക് സമീപം ശക്തമായ സ്ഫോടനം കേട്ടതായി തന്നെ ഇറാൻ സ്റ്റേറ്റ് ടെലിവിഷനാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അതേസമയം ഗൾഫ് മേഖലയിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ട് തിരിച്ചടി നടത്തിയതായും ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സ് അവകാശപ്പെടുന്നു. അമേരിക്കൻ ആക്രമണം ആവർത്തിച്ചാൽ കടുത്ത ശക്തമായ തിരിച്ചടി നടത്തുമെന്നും ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. അതേപോലെ തന്നെ ഏപ്രിൽ 8-ന് നിലവിൽ വന്ന വെടിനിർത്തൽ കരാറും ജൂൺ 17-ന് യുദ്ധം അവസാനിപ്പിക്കാൻ നടന്ന ധാരണയും നിലവിൽ നിൽക്കുന്നതിനിടയിലാണ് ഈ ഒരു പുതിയ സംഭവ വികാസം ഉണ്ടാകുന്നത്. 60 ദിവസത്തെ അന്തിമ സമാധാന കരാറിലെത്തുന്ന എന്ന ലക്ഷ്യത്തോടെയാണ് ഇരു രാജ്യങ്ങളും ചർച്ചകൾ ആരംഭിച്ചത്. എന്നാൽ പുതിയ ആക്രമണങ്ങൾ സമാധാന ശ്രമങ്ങൾക്ക് തിരിച്ചടിയായേക്കുമോ എന്ന ആശങ്ക പോലും ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ ശക്തമാകുന്നു എന്നതാണ് മറ്റൊരു വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.